കെമിസ്ട്രിയിലെ ഒന്നാമത്തെ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് നെയിം ഇടുന്നത്. ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഒരു കാർബണുള്ള മെത്ത്, രണ്ടാണ് എത്ത്, പ്രൊപ്പ്, ബ്യൂട്ട്, അങ്ങനെ കാർബണിൻ്റെ എണ്ണത്തിനനുസരിച്ച് ഓരോ നെയിമുകൾ വരുന്നത്. ഇതേപോലെ തന്നെ നമ്മൾ ഈ ഒരു കാർബണിൻ്റെ നമ്പർ നമുക്ക് കിട്ടി. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു കാർബണേ ഉള്ളൂ അല്ലേ, CH4 ഒരു കാർബണുള്ളൂ. അപ്പോൾ നമുക്ക് മെത്ത് എന്ന് എടുക്കാം. ഇനി അത് സിംഗിൾ ബോണ്ടാണ്. ഇവിടെ നോക്കിയാൽ ഒരു കാർബണുള്ളൂ, സിംഗിൾ ബോണ്ടാണല്ലേ. സിംഗിൾ ബോണ്ടാണെങ്കിൽ നമ്മൾ ANE എന്ന് ചേർക്കും, ANE എന്ന് കൊടുക്കും. അപ്പോൾ അങ്ങനെ മെത്ത് പ്ലസ് ANE, മെത്തേൻ. കണ്ടോ? ഇനി ഇവിടെ 2 കാർബൺ ഉണ്ട്, സിംഗിൾ ബോണ്ട് തന്നെയാണ്. അപ്പോൾ 2 കാർബൺ ആയതുകൊണ്ട് നമ്മളിത് എത്ത് പ്ലസ് ANE, എതെയിൻ എന്നാക്കി. ഇനി നമ്മൾ നോക്കി 3 കാർബൺ ഉണ്ട് അല്ലേ, 3 കാർബൺ ഉണ്ടെങ്കിൽ പ്രൊപ്പ് പ്ലസ് സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് ANE ചേർത്ത് കൊടുക്കും. അങ്ങനെ പ്രൊപ്പൈനായി. ഇനി നമുക്കിവിടെ ഡബിൾ ബോണ്ടാണ് വരുന്നതെങ്കിൽ പേര് വ്യത്യാസം വരും. ഒരു കാർബണിൽ ഡബിൾ ബോണ്ടാണ് വരുന്നതെങ്കിൽ ENE എന്ന് ചേർത്ത് കൊടുക്കാം, മെഥീനാവും. ഇനി അതേസമയം സ്ട്രക്ചറിൽ ഡബിൾ ബോണ്ടാണ് വരുന്നതെങ്കിൽ എത്ര കാർബൺ ഉണ്ടെന്ന് നോക്കിയിട്ട് അവിടെ ENE ചേർത്ത് കൊടുക്കണം. ഇവിടെ 2 കാർബൺ ആയതുകൊണ്ട് ഡബിൾ ബോണ്ട് ആയതുകൊണ്ട് എത്ത് പ്ലസ് ENE, എതീൻ എന്നായി. ഇനി ട്രിപ്പിൾ ബോണ്ട് വരാണെങ്കിൽ ഇവിടെ നോക്കി, ട്രിപ്പിൾ ബോണ്ടാണെങ്കിൽ 2 കാർബൺ ആണല്ലോ ഇവിടെ, അതുകൊണ്ട് 2 കാർബൺ ഉണ്ട്, എത്താണെന്ന് നമുക്കറിയാം. എതിൻ്റെ കൂടെ YNE ചേർത്ത് കൊടുക്കാം, എതായിന്നായി. അങ്ങനെ എത്ര കാർബൺ ഉണ്ട് ബോണ്ട് നോക്കാം. ബോണ്ട് സിംഗിൾ ആണെങ്കിൽ ANE, ഡബിൾ ആണെങ്കിൽ ENE, ട്രിപ്പിൾ ആണെങ്കിൽ YNE അങ്ങനെ ചേർത്ത് കൊടുക്കണം. അത് സെറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈസിയാണ് ഈ ചാപ്റ്റർ. നമുക്കിനി മെയിൻ ചെയിൻ കണ്ടുപിടിക്കുന്നത് നോക്കാം. മെയിൻ ചെയിൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാർബൺ അടങ്ങിയ ചെയിനിനെ കണ്ടെത്തുക എന്നാണ്. അത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ആവാം കേട്ടോ. ചിലപ്പോൾ ഒരു ബ്രാഞ്ച് ഇങ്ങനെ തന്നിട്ടുണ്ടാകും. ഇപ്പോൾ ഇവിടെ നിന്ന് നമ്മളിങ്ങനെ എണ്ണി നോക്കുമ്പോഴാണ് കൂടുതൽ ആയിട്ട് കാർബൺ വരുന്നതെങ്കിൽ അതിനെ മെയിൻ ചെയിനായിട്ട് എടുക്കാം. അപ്പോൾ കാർബൺ ഏറ്റവും കൂടുതൽ എവിടെയാണ്, അവിടെയാണ് മെയിൻ ചെയിൻ. ഇവർ നെയിം ഇടുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. എക്സാമ്പിളായിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. നമ്മൾ ആദ്യം പൊസിഷൻ നമ്പർ നോക്കണം, ബ്രാഞ്ചിൻ്റെ പൊസിഷൻ നമ്പർ എടുക്കുക. ഇവിടെ ഇപ്പോൾ നമ്മൾ പൊസിഷൻ നമ്പർ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഞാൻ എണ്ണിട്ടോ, ഇവിടെ നിന്ന് എണ്ണാണെങ്കിൽ 1 2 രണ്ടാമത്തെ പൊസിഷനിലാണ് നമ്മുടെ ബ്രാഞ്ച് ഇരിക്കുന്നത്. അപ്പോൾ ആദ്യം പൊസിഷൻ നമ്പർ ഓഫ് ബ്രാഞ്ച്, പൊസിഷൻ നമ്പർ 2 എന്നിട്ട് ഇതേ 2. ഇനി ഒരു ഹൈഫൺ ഇടണം, ഹൈഫൺ ഇട്ടു. ഇനി എങ്ങനെയാണ് മെഥൈൽ എന്ന് വെച്ചാൽ ഈ ബ്രാഞ്ചിൽ ഒരേ ഒരു കാർബണല്ലേ ഉള്ളൂ, ഒരു ബ്രാഞ്ചിൽ ഒരു കാർബണേ ഉള്ളെങ്കിൽ മെഥൈൽ എന്ന് നമ്മൾ വിളിക്കും. അങ്ങനെ മെഥൈൽ എന്ന് വന്നു. പിന്നെ നമ്മുടെ ലോങ് ചെയിൻ, അതായത് മെയിൻ ചെയിനിൽ എത്ര കാർബൺ ഉണ്ട് നോക്കാം. അപ്പോൾ 1 2 3 4 5 ആയതുകൊണ്ട് പെൻറ്റ്, സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് ANE, അപ്പോൾ എൻഡെയിൻ, 2 മെഥൈൽ പെൻഡെയിൻ എന്ന നെയിം വന്നു. ഒരു ക്വസ്റ്റ്യൻ നോക്കി. ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ എങ്ങനെ എണ്ണിയാലും 1 2 3 എങ്ങനെ എണ്ണിയാലും ഇവിടെ നിന്ന് എണ്ണിയാലും എല്ലാം രണ്ടാമത്തെ പൊസിഷനിൽ തന്നെ നമ്മുടെ കാർബൺ ആറ്റം ബ്രാഞ്ച് വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് ബ്രാഞ്ചാണ് 1 2 രണ്ടാമത്തെ പൊസിഷനിൽ, അതുകൊണ്ട് 2 മെഥൈൽ പ്രൊപ്പൈൻ എന്ന് പറയുന്നു. ഇപ്പുറത്തോ താഴെ എങ്ങനെ വന്നിരിക്കുന്നത്, നമ്മൾ ലോങ്ങസ്റ്റ് ചെയിൻ ഇതായിട്ടാണ് എടുക്കുന്നത്. ലോങ്ങസ്റ്റ് ചെയിനിൽ 4 കാർബൺ ഉണ്ട് അല്ലേ. നമ്മൾ ആദ്യം തന്നെ പൊസിഷൻ ഓഫ് ബ്രാഞ്ച് നോക്കാം. പൊസിഷൻ ബ്രാഞ്ച് 1 2 രണ്ടാമത്തെ പൊസിഷനിലിരിക്കുന്നു, ഹൈഫൺ ഇട്ടു. ഇനി ഒരേ ഒരു കാർബൺ ആറ്റം ഈ ബ്രാഞ്ചിൽ വരുന്നുള്ളൂ, അതുകൊണ്ട് മെഥൈൽ എന്നെടുത്തു. ഇനി 4 കാർബൺ ആറ്റം ഉള്ളതുകൊണ്ട് ഇവിടെ മെയിൻ ചെയിനിൽ 4 കാർബൺ ആറ്റം ഉള്ളതുകൊണ്ട് ബ്യൂട്ട്, നമുക്കറിയാം 4ആണ് ഈ ബ്യൂട്ട്. ANE സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് ANE, അങ്ങനെ ബ്യൂട്ടൈൻ, 2 മെഥൈൽ ബ്യൂട്ടൈൻ എന്ന പേരും വന്നു. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, ഒരു മെയിൻ ചെയിനിൽ തന്നെ മോർ ദാൻ 1 ഐഡൻറ്റിക്കൽ ബ്രാഞ്ച് വരാണ്, ഒരേപോലത്തെ പല ബ്രാഞ്ചുകൾ വരാണ്. അപ്പോൾ ഇവിടെ 2 ബ്രാഞ്ച് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്തതുപോലെ തന്നെ പൊസിഷൻ ആദ്യം എടുക്കണം. അപ്പോൾ ഏതൊക്കെ പൊസിഷനിൽ ബ്രാഞ്ച് വരുന്നുണ്ടെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് എണ്ണുമ്പോൾ 1 2 3 4 എന്ന് വരുന്നുണ്ട്. ഇവിടെ നിന്ന് എണ്ണുമ്പോൾ 1 2 3 4. അപ്പോൾ നമുക്ക് ഏറ്റവും സ്മോളസ്റ്റ് നമ്പർ എടുക്കാം. അപ്പോൾ നമുക്ക് ഇത് 2ലും 3ലും വരുന്നുണ്ടെന്ന് മനസ്സിലായി. അങ്ങനെ 2 പൊസിഷൻ എഴുതുന്നു. 2 ബ്രാഞ്ചുകൾ വന്നു അല്ലേ, 2 ബ്രാഞ്ച് ഒരു ലോങ്ങസ്റ്റ് ചെയിനിൽ വന്നുകൊണ്ട് ഡൈ എന്ന് കൂട്ടിച്ചേർക്കണം. 2 ബ്രാഞ്ച് വന്നതിനെ സൂചിപ്പിക്കാൻ ഡൈ എന്ന് ചേർക്കാം. 3 ബ്രാഞ്ച് വന്നായിരുന്നെങ്കിൽ ട്രൈ എന്നാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ മെഥൈൽ വരാൻ കാരണം എന്താ, ഓരോ ബ്രാഞ്ചിലും ഓരോ കാർബൺ വീതമല്ലേ ഉള്ളൂ. അപ്പോൾ മെഥൈൻ, പിന്നെ ലോങ്ങസ്റ്റ് ചെയിൻ്റെ പേര് ബ്യൂട്ടൈൻ, അങ്ങനെ വന്നു. നിങ്ങൾക്കൊരു ഡൗട്ട് വരാം, മെഥൈൽ വന്നില്ല. ഇവിടെ ഒരു ഡൗട്ട് വരാം, എന്തുകൊണ്ട് മെഥൈൽ ഫസ്റ്റ് എഴുതിയില്ല എന്ന് വെച്ചാൽ ആൽഫബറ്റിക് ഓർഡറിൽ അല്ലേ ഫസ്റ്റ് വരുന്ന ലെറ്റർ, ആൽഫബറ്റിക് ഓർഡറിലാട്ടോ ഈതയിലും മിഥൈലും അങ്ങനെ ഓർഡറിൽ ആയിട്ടാണ് അങ്ങനെ വരുന്നത് കേട്ടോ.
ഇനി നമ്മൾ നോക്കുമ്പോൾ ഡബിൾ ബോണ്ട് ട്രിപ്പിൾ ബോണ്ടൊക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്നാണ്. നമുക്ക് അതിൻ്റെ ഒരു ഇക്വേഷൻ്റെ റൂട്ട് നെയിം എഴുതണം, പൊസിഷൻ ഓഫ് ദ ഡബിൾ ബോണ്ട്. അപ്പോൾ എളുപ്പമാണ്. റൂട്ട് നെയിം എന്ന് പറഞ്ഞാൽ ആരാണ്, ഇതിൽ എത്ര കാർബൺ ഉണ്ട് അതാണ് റൂട്ട് നെയിം. ഇവിടെ 4 കാർബണുണ്ട്, അതിൻ്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ ബ്യൂട്ട് എഴുതി കൊടുക്കുക. ഇനി പൊസിഷൻ എവിടെയാണ് ഡബിൾ ബോണ്ട് വന്നിരിക്കുന്നത്, രണ്ടാമത്തെ പൊസിഷൻ അല്ലേ. അപ്പോൾ രണ്ടാമത്തെ പൊസിഷൻ എഴുതി കൊടുത്തു, EN ചേർത്തു. ഡബിൾ ബോണ്ട് ആയതുകൊണ്ട് EN. ഇനി ട്രിപ്പിൾ ബോണ്ട് ആയിരുന്നെങ്കിലോ നമ്മൾ അവരുടെ റൂട്ട് നെയിം എഴുതി കൊടുക്കുക. 4 കാർബണാണ്, ബ്യൂട്ട്. എവിടെയാണ് ട്രിപ്പിൾ ബോണ്ട് വന്നിരിക്കുന്നത്, രണ്ടാമത്തെ പൊസിഷനിൽ. അതിൻ്റെ നമ്മൾ YN, ട്രിപ്പിൾ ബോണ്ട് ആയതുകൊണ്ട് YN. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ 2 ചെക്ക് ചെയ്യുക. ഇനി സൈക്ലിക് കോമ്പൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇവിടെയൊക്കെ നേരെ CH ഹൈഡ്രോ കാർബണുകൾ നേരെ എഴുതുന്നതല്ലേ കണ്ടത്, ഓപ്പൺ ചെയിനുകളാണ്. ഇവരൊക്കെ ഓപ്പൺ ചെയിനുകൾ എന്നാണ് അറിയപ്പെടുന്നത്. പക്ഷേ ഇതൊക്കെ ഇത് ക്ലോസ്ഡ് ആണ്, സർക്കിളായിട്ട്. അതായത് ഒരു കാർബണിൽ സ്റ്റാർട്ട് ചെയ്ത് മറ്റൊരു കാർബണിൽ എൻഡ് ആവാണല്ലേ. അപ്പോൾ ഇങ്ങനത്തെ സ്ട്രക്ചറുകളുണ്ട്. ഈ സ്ട്രക്ചറിലാണ് ഇവർ അറിയപ്പെടുന്നത്. അപ്പോൾ ഇവരുടെ പേരുകൾ പഠിച്ചു വെച്ചാൽ മതി, ഈസിയാണ്.